അധോലോക നായകന്മാരുടെ കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. മാധ്യമങ്ങളും എന്നെപ്പോലുള്ള യൂട്യൂബർമാരും ഒക്കെ ചേർന്ന് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുള്ള കഥകൾ എക്സാജറേറ്റ് ചെയ്ത് വീരപരിവേഷം നൽകി കൊടുത്ത അണ്ടർവേൾഡ് കിങ്സ് ഒരുപാടുണ്ട്. എന്നാൽ പൊതുവെ കേട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമായി ആത്മാർത്ഥതയും സത്യസന്ധതയും മുഖമുദ്രയാക്കിയ അക്രമവും രക്തച്ചൊരിച്ചിലും ഒക്കെ ബുദ്ധിപൂർവം ഒഴിവാക്കി അക്ഷരം തെറ്റാതെ ദി ഡോൺ എന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യനുണ്ട്, ഹാജി മസ്താൻ. അമിതാഭ് ബച്ചനെയും സഞ്ജയ് ഗാന്ധിയെയും പോലുള്ള പ്രമുഖർ ഒരു കാലത്ത് ഒന്ന് കാണാൻ വേണ്ടി ക്യൂ നിന്നിട്ടുള്ള മനുഷ്യൻ. സ്നേഹവും സഹാനുഭൂതിയും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ള, എന്നാൽ ബോംബെ നഗരത്തിലെ എല്ലാ അധോലോക ഗ്രൂപ്പുകളെയും ഒരു കാലത്ത് ഒറ്റയ്ക്ക് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ശക്തനുമായിരുന്ന സുൽത്താൻ മിർസ എന്ന ഹാജി മസ്താന്റെ ജീവചരിത്രം അത് നാം അറിയേണ്ടത് തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിലെ പാനായിക്കുളം എന്ന ഗ്രാമം, അവിടെ ഒരു തമിഴ് മുസ്ലിം കുടുംബത്തിൽ ഹൈദർ മിർസയുടെ മകനായി 1926 സുൽത്താൻ മിർസ ജനിക്കുന്നത്. കുടുംബം പോറ്റുവാൻ വേണ്ടി ഹൈദർ മിർസയ്ക്ക് ആകെ അറിയാവുന്ന പണി എന്ന് പറയുന്നത് സൈക്കിൾ റിപ്പയറിംഗ് ആയിരുന്നു. എന്നാൽ അത്യാവശ്യം ജീവിക്കുവാൻ പോലും തൻ്റെ പണി കൊണ്ട് തമിഴ്നാട്ടിലെ ആ ചെറിയ ഗ്രാമത്തിൽ ഹൈദർ മിർസയ്ക്ക് സാധിച്ചിരുന്നില്ല. അക്കാലത്തും ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായിരുന്ന ബോംബെയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങളും പേറി ചേക്കേറുമായിരുന്നു. ഹൈദർ മിർസയും തീരുമാനിച്ചു ബോംബെയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിറം മങ്ങിയ ഈ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തണം എന്ന്. ഒരു പിടി കിനാവുകളുമായി മകൻ സുൽത്താൻ മിർസയും കൂട്ടി ഹൈദർ മിർസ ബോംബെയിലേക്ക് വണ്ടി കയറി. ബോംബെയുടെ തെരുവുകളിൽ എത്തപ്പെട്ട 8 വയസ്സുകാരൻ സുൽത്താൻ മിർസയെ ആദ്യം അമ്പരപ്പിച്ചത് അവിടെ കാണുവാൻ കഴിഞ്ഞ 4 വീൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾ എന്നറിയപ്പെടുന്ന വാഹനമാണ്.